The tongue can create things with God. നാവ് സൃഷ്ടിപ്പിൻ്റെ അവയവമാണ്. നാവ് കൊണ്ട് സൃഷ്ടിക്കാൻ സാധിക്കും. വി ആർ കോ ക്രിയേറ്റേഴ്സ് വിത്ത് ഗോഡ്. അതൊരു വലിയ പദവിയാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ദൈവത്തിന് എതിരായിട്ട് നമ്മൾ സംസാരിച്ച് ദൈവത്തിൻ്റെ എല്ലാം ദൈവം സൃഷ്ടിച്ച എല്ലാം അഴുക്കാക്കുന്നുണ്ടെന്ന് ഓർക്കണേ. ഇവിടെ ഈ നാവിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പം കൂടുതലായിട്ട് നാവിൻ്റെ ശക്തി പറഞ്ഞിട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള നാവാക്കാനാണ് ഇത് പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് നാവിനെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം യാക്കോബിൻ്റെ 3-ാം അധ്യായമാണ് ഞാൻ എടുത്ത് വായിച്ച് മുഴുവൻ തീർന്നില്ല, ബാക്കിയും കൂടെ അങ്ങ് വായിച്ചിട്ട് മറ്റേലോട്ട് കയറാൻ പോവുകയാണ്. ഒരേ വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. യാക്കോബിന് 3:10 ഒരേ വായിൽ നിന്ന് സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. നിനക്ക് യോഗ്യമല്ല, അത് ചെയ്യാനൊക്കത്തില്ല. വചനം ഒരിടത്ത് പ്രസംഗിച്ചേച്ച് നീ വേറൊരാളെ ശപിക്കുന്നെങ്കിൽ അത് യോഗ്യമല്ലാത്തതാണ്, ഇത് ശരിയല്ല, ഒരിക്കലും ചെയ്യരുത്. സ്വന്തം സഹോദരന് വാശിയുണ്ടെങ്കിൽ മിണ്ടാതിരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചിട്ട് വീണ്ടും ഒന്നിച്ച് നിൽക്കാനുള്ള കൃപ അപ്പനും മക്കളുമായിട്ട് പറഞ്ഞു തീർക്കണം. ഭാര്യ ഭർത്താക്കന്മാർ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ക്ഷമ ചോദിച്ചിട്ട് നിരപ്പാകണം. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? അതായത് ഉറവിൻ്റെ, ദൈവം പറയുന്ന ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് കയ്പും മധുരവും എങ്ങനെ വരുമെന്ന്. എങ്ങനെ? അതായത് ദൈവത്തിന് നന്മ പറയാൻ ആഗ്രഹമുള്ള നാവ് കൊണ്ട് ഒരു സമയത്ത് മധുരം പറയാം, പിന്നെ അത് തന്നെ ഉപയോഗിച്ചിട്ട് കയ്പുള്ളത് പറയുന്നു. സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവ് പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടും. ഉപ്പിൻ്റെ ഉറവയ്ക്കകത്ത് ഒരിക്കലും മധുരവെള്ളം വരുന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വരുമ്പോൾ ദൈവം നന്മ ചെയ്യുന്ന നാവുകളായിട്ട്. ഇപ്പം നമുക്കൊരു കാര്യം പറയണം എന്ന് ചോദിക്കാം, നമ്മുടെ ചിന്ത അഴുക്കാണ്, നമ്മുടെ ചിന്ത ആ വ്യക്തിയെക്കുറിച്ച് അഴുക്ക് വരുന്നു, പക്ഷെ അത് പറയരുത്. ആ ചിന്ത അവിടെ നിൽക്കുമ്പോൾ അതിനെ സബ്സൈഡ് ചെയ്യാൻ, അതിനെ നിർത്തിയേച്ച് അതിൻ്റെ മുകളിൽ ദൈവവചനം കൊണ്ട് നിറയ്ക്കണം. കുറേ നേരം സമയം എടുത്തിട്ട് ഒരു ഉത്തരം കൊടുത്താൽ മതി. അതല്ല ഉത്തരം കൊടുക്കാൻ വയ്യെങ്കിൽ മിണ്ടാതിരിക്കാമല്ലോ. മൗനം ബുദ്ധിമാന് ഭൂഷണമായി മാറുമല്ലോ, ഇവൻ വിഡ്ഢികൾക്കും ഭൂഷണമായി മാറും. അപ്പം നമ്മൾ മിണ്ടാതൊന്ന് ഇരുന്നിട്ട് ദൈവമെന്നറിയുക. അതാണ് ദൈവം പറയുന്നുണ്ടല്ലോ, സങ്കീർത്തനം 46:10 മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയുക. നീ ദൈവമെന്നറിയാൻ ചിലപ്പം മിണ്ടാതിരിക്കണമെന്ന്. മിണ്ടാതിരിക്കുന്ന ഒരു വലിയ കൃപയാണ്. മിണ്ടാതിരിക്കുന്നതിനെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിലേക്ക് പിന്നെ കടന്നു വരാം. അപ്പം ദൈവം പറയുന്നത്, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആര്? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയുടെ നല്ല നടപ്പിൽ നല്ല പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്താണ്? സൗമ്യത വേണം, നല്ല നടപ്പിൽ നല്ല പ്രവൃത്തികൾ കാണിക്കണം. സൗമ്യത ചോദിച്ചു വാങ്ങിക്കണം. നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികൾ നല്ലതായിട്ട് ചെയ്തെടുക്കണം. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യവും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോഷ്കു പറയുകയും അരുത്. ശരിയാണ്, ഹൃദയത്തിൽ അഴുക്ക് വന്നാൽ പോലും നീ പോഷ്കും വിഡ്ഢിത്തരവും പറയരുത്. അതിനെ അടക്കി നിർത്തണം. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. ഉയരത്തിൽ നിന്നുള്ളൊരു ജ്ഞാനമുള്ളത് സ്വർഗത്തിൽ പോയിട്ട് ദൈവത്തോട് ഇരിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. സ്വർഗത്തിൽ പോയിട്ട് എന്ന് പറയുമ്പം ജീവിച്ചിരിക്കുന്ന നമ്മളെങ്ങനെ സ്വർഗത്തിൽ പോകുന്നതെന്ന് ചോദിച്ചാലൊക്കത്തില്ല. പക്ഷെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പം ആത്മീയ തലത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്, അത് സംശയമില്ല. അതായത് സ്വർഗമണ്ഡലം മനുഷ്യന് മാത്രമേ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ഒരുപോലെ പാനക്കത്തുള്ളൂ. മൃഗങ്ങൾക്കൊക്കെ ഒന്നും എനിക്കറിഞ്ഞുകൂടാ. നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിനകത്ത് സ്വർഗം ചിന്തിക്കാനൊക്കും, ഭൂമി ചിന്തിക്കാനും പാതാളവും ചിന്തിക്കാനൊക്കെ. അപ്പോൾ ഒരേ ഒരു ത്രാസ് പോലാണ് നന്മ അഴുക്കും ചിന്തകൾ ഇങ്ങനെ വരുമ്പം ആ നന്മ തിരഞ്ഞെടുത്ത് അതിനെ തിന്മയെ ഓവർകം ചെയ്യുന്നതാണ്. അത് മാത്രമേ ചിന്ത പിശാചിന് വായിക്കാനൊക്കത്തില്ല. തോട്ട്സ് കനോട്ട് ബി റെഡ് ബൈ ദ ഡെവിൾ. അത് പിശാചിന് നമ്മുടെ ചിന്തകൾ വായിക്കാനൊക്കാത്തത് കൊണ്ട് നമ്മളൊരു പ്രവൃത്തിക്ക് ഇറങ്ങുമ്പോഴാണ് അവന് മനസ്സിലാക്കുന്നത്. അവനെ അന്ത്യം എന്താണെന്ന് അവന് പറയാനൊക്കത്തില്ല. പക്ഷെ ദൈവത്തിന് ചിന്തകൾ വായിക്കാനൊക്കും, റീഡ് ചെയ്യാൻ. വേറെ നമ്മുടെ ഓരോ ചിന്തകളും വലിയ ബൊമ്പാർഡ്മെൻറ്റ്, വലിയ മൈക്ക് പോലെ സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്ന് ഓർക്കണം. അപ്പോൾ പിശാച് ചിന്തിച്ചതേ ഉള്ളൂ, പറഞ്ഞെന്ന് വേദപുസ്തകത്തിൽ പറയുന്നില്ല. ചിന്തിച്ചപ്പോഴേ ദൈവം അറിഞ്ഞിട്ട് അവനെ ഇറക്കി വിട്ടു, പാതാളത്തിലേക്ക് പറഞ്ഞു. ഭൂലോകത്തിൽ അവൻ ഭൂമിയിലോട്ടാണ് അവനെ വെട്ടിയിട്ടത്.
നാശകരമായ ദുഷ്ടപിശാച് നമ്മളെല്ലാം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായത്രേ. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. അപ്പം നമ്മളിൽ ഈർഷ്യയും ശാഠ്യം വന്നാൽ നമ്മൾ സകലവിധമായ ദുഷ്ടപ്രവൃത്തിക്കും അടിമയാകും. നീരസപ്പെടുന്ന സ്വഭാവമുള്ളവരുണ്ടോ? അത് നമുക്ക് ചിലപ്പോൾ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് തോന്നിക്കത്തില്ല, അത് ശരിയല്ല. നമുക്കതിന് ചുമ്മാ മനസ്സിന് ചിലപ്പോൾ നമുക്കിങ്ങനെ അഴുക്ക് ചിന്തകൾ കയറി വരും. അന്നേരം എല്ലാം ഞാൻ അങ്ങനെ ചിന്ത വരുമ്പോഴെല്ലാം ഞാൻ സങ്കീർത്തനം 19:14 വാക്യം എടുത്ത് ഉപയോഗിക്കും. അങ്ങനെയാണ് എനിക്ക് ഈ ചിന്തയ്ക്കകത്ത് ശുദ്ധീകരണം എനിക്കന്ന് ഉപയോഗിച്ച വാക്യം. ലെറ്റ് ദ വേർഡ്സ് ഓഫ് മൈ മൗത്ത് and the meditations of my heart be acceptable unto thee, O Lord. ഇതിങ്ങനെ ഞാൻ പാടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ ഓർക്കുന്നുണ്ട്, നമ്മൾ ആരാംകയിൽ പോയിരുന്ന സമയത്ത് നമ്മൾക്ക് വചനം പഠിക്കുന്നെങ്കിലും പരിശുദ്ധാത്മാവിൽ എന്തെങ്കിലും പല കാര്യങ്ങളും നമുക്ക് നെഗറ്റീവ് തോട്ട്സ് കയറി വരും. കാരണം നമുക്ക് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ല. എല്ലാ സുഖമൊക്കെ ഉണ്ട്, എന്നാൽ നമ്മുടെ ചില കാര്യങ്ങൾ നമ്മുടെ ഉദ്ദേശം സാധിക്കാത്ത നമുക്ക് അഴുക്ക് ചിന്ത കയറി വരുമ്പം ഈ ഒരു തോട്ട്സ് ഇങ്ങനെ ഡാഗർ പോലെ, ഒരു വാള് പോലെ ഇങ്ങനെ വന്ന് നമ്മുടെ ഹൃദയത്തിന് തലയ്ക്കകത്തോട്ട് വീഴുന്ന എനിക്ക് എപ്പോഴും കാണാം. അങ്ങനെ ഒരു 6 മാസം ഈ ഒരൊറ്റ വാക്യം എടുത്താണ്, ഈ ഒരു വാക്യം മാത്രം. അതായത് 19 ഇങ്ങനെയാണ്, 19 അവസാനത്തെ വാക്കാണ് 14 വാക്യം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനും. എൻ്റെ പാറ എൻ്റെ ദൈവമാണ്, അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. അവനിൽ ഞാൻ ആശ്രയിക്കുന്നതിനാൽ എൻ്റെ ഹൃദയ വിചാരങ്ങൾ, എൻ്റെ വായിലെ വാക്കുകൾ, എൻ്റെ നിലവുകൾ നിനക്ക് അനുകൂലമാക്കണമേ എന്നുള്ള വാക്യം പറഞ്ഞാണ് ഹൃദയം ശുദ്ധമാക്കിയത്. ഒറ്റ വാക്യം. ആ വാക്യം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കാരണം തോട്ട്സ് ഇങ്ങനെ ഡീവിയേറ്റ് പോകുമ്പോൾ ഈ വാക്യം ഇങ്ങനെ നീ പാട്ട് പോലെ ഇങ്ങനെ വരുമായിരുന്നു. ഇതെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, എന്താണ് മുകളിലുള്ള ജ്ഞാനം എന്ന്? ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ, ഞാൻ വായിക്കുന്ന യാക്കോബിൻ്റെ 3:17, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, കണ്ടോ അത് അശുദ്ധമല്ല, ഒന്നാമത് നിർമ്മലവും സമാധാനവും, 2 സമാധാനവും, 3 ശാന്തത, അനുസരണമുള്ളത്, കരുണയും സൽഫലവും നിറഞ്ഞത്, പക്ഷപാതവും കപടവും ഇല്ലാത്ത. ഏകദേശം 7-8 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് നിർമ്മലമാണ്, പിന്നെ സമാധാനം, ശാന്തത, അനുസരണം, കരുണ, സൽഫലം, പിന്നെ പക്ഷപാതവും കപടവും ഇല്ലാത്ത. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. സമാധാനം ഉണ്ടാക്കുന്നവൻ ഒരു പ്രശ്നത്തിൻ്റെ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഓരോ മീറ്റിംഗ് കൂടുമ്പോൾ പലപ്പോഴും ഞാനവിടെ പോയി ഇരിക്കും. ബിക്കോസ് ഐ എം ഓൾസോ വൺ ഓഫ് ദി മെമ്പർ. അങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഉടനെ ദൈവത്തോട് പറയും, സമാധാനം. ഇവിടെ സ്ട്രൈറ്റ് സ്പിരിറ്റിനെ അടിച്ചു മാറ്റണം. ഒരു പള്ളിയിലെ അച്ഛന്, അവരുടെ പള്ളിയിൽ ഒന്നും വഴക്കാണ്, കസേര എറിയും. അച്ഛന്മാർ പോകുന്നതിന് മുമ്പ് അവർ പടക്കം പൊട്ടിച്ചേ ഇറക്കി വിടത്തുള്ളൂ. പാസ്റ്റേഴ്സിനിടയ്ക്ക് ഇങ്ങനെ തന്നെ എല്ലായിടത്തും ഉണ്ട്. അപ്പം ഈ ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ അങ്ങോട്ട് കയറുന്നതിന് മുമ്പേ ഈ സ്ട്രൈറ്റ് സ്പിരിറ്റ് അല്ലെങ്കിൽ കലക്ക സ്പിരിറ്റിനെ ബന്ധിക്കാൻ പറഞ്ഞു. നമ്മൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടുമ്പോൾ. അപ്പോൾ അദ്ദേഹം കയറുന്നതിന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു, ഏത് ദുരാത്മാവ്, ഈ കലക്കത്തിൻ്റെ ആത്മാവ് ഈ മീറ്റിങ്ങിനകത്ത് കയറി വന്നതിന് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഞാൻ ബന്ധിച്ചിരിക്കുന്നു, പകരം പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യട്ടെ. അതോടുകൂടി ആ മീറ്റിംഗ് വളരെ അനുഗ്രഹമായിട്ട് ചെയ്തു. പലപ്പോഴും ഞാനും അത് ഉപയോഗിക്കാറുണ്ട്. കാരണം നമ്മൾ ചെല്ലുന്നിടത്ത് സമാധാനം കൊടുക്കാനാണ് പോകുന്നത്. സമാധാനം ഇല്ലാതെ പിച്ചിക്കീറി മനുഷ്യനെ ഉപദ്രവിക്കുവാനല്ല ദൈവം നമുക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പാസ്റ്റേഴ്സൊക്കെ ഓരോ പ്രൊഫസി പറയുമ്പം പലപ്പോഴും ഭയപ്പെടുത്തുന്നത് കാണാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് വിളിച്ചു പറയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും പ്രൊഫസി നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഭാരമായിട്ട് തോന്നി അത് ശാന്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അതിന് പരിഹാരം കൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഉത്തരം കൊടുക്കാതെ പോകരുതേ. ഞാനൊരു ഉപദേശമായിട്ടാണ് ഇത് പറയുന്നത് പലരോട്. കാരണം പല കുടുംബങ്ങളിലും ഞാനിത് കേൾക്കാറുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ പ്രൊഫസി വരുമ്പോൾ പലപ്പോഴും നീ നിൻ്റെ വാക്ക് ശരിയല്ല, നിൻ്റെ പ്രവൃത്തി ശുദ്ധമാണ്. പക്ഷെ നമുക്ക് പറയാം, നമുക്ക് പ്രാർത്ഥിച്ചു ദൈവം ചില കാര്യങ്ങൾ ശരിയല്ലെന്ന് കാണിക്കുന്നു, നമുക്ക് പ്രാർത്ഥിച്ച് അതിനെ അനുദപിച്ചിട്ട് ശുദ്ധമാക്കി അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാക്കി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞൊരു 2-3 മിനിറ്റും കൂടെ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ആ വീട്ടിൽ അനുഗ്രഹമായി മാറത്തില്ലേ?
ജീവിതത്തിൽ തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സമയത്ത് ഒരാൾ, എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഈ വർഷം അവസാനം മരിച്ചു പോകുമെന്ന് വിളിച്ചു പറഞ്ഞു. കേൾക്കുന്നവർക്ക് എന്തോ ഒരു പ്രയാസമെന്നറിയാമോ? ഒരാൾ മരിച്ചു പോകുമെന്ന് വിളിച്ചു പറയും. ഞാൻ പറയും, എന്നെ ബുദ്ധിഹീനതയായി കാണിക്കുന്നതെന്ന് ഞാൻ ചിലപ്പം ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ വിട്ടുകൊടുത്തില്ല. അതിനെ ക്യാൻസൽ ചെയ്തിട്ട് അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ നിത്യമായ ജീവനുള്ളവൻ, ആയുസ്സും ആരോഗ്യവും കൊടുക്കുന്നവൻ, നിത്യമായ ദൈവത്തിൻ്റെ കൈകൊണ്ടവന് ആയുസ്സിനെ ദീർഘിപ്പിച്ചെന്ന് 91-ാം സങ്കീർത്തനം. ദീർഘായുസ് കൊണ്ട് ഞാൻ എന്നെ തൃപ്തിപ്പെടുത്തുമെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു. അവിടെ പറഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. ഇന്നും ജീവനോടെ ഇരിക്കുന്നുണ്ട്. പറയുമ്പോൾ സൂക്ഷിക്കണേ. ദൈവം പറയുന്ന വാഗ്ദത്തങ്ങൾ ഭയാനകമായിരിക്കാം, ചിലപ്പോൾ ആണെങ്കിൽ പോലും പരിഹരിക്കുന്ന ഒരു ദൈവമാണ്. അതാണ് ശിഷ്യന്മാരുടെ നാവ്. മരിച്ചവൻ മരിച്ചു പോട്ടെ എന്നല്ല പറയേണ്ടത്, അവൻ തിരിച്ചു വരും. അവന് ഡ്രഗ് അഡിക്റ്റ് ആയവൻ നശിച്ചു പോകുന്നല്ല, അവൻ തിരിച്ചു വരും. പ്രാർത്ഥിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക. അസാധ്യമായിട്ടൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ നാവിന്മേൽ അധികാരം ഉണ്ടായിട്ട് നമ്മൾ എന്തിനാണ് ഓടി നടക്കുന്നതെന്ന് ഞാൻ ചിലപ്പം ചിന്തിക്കും. ആരാണ് എല്ലാത്തിനും? എൻ്റെ മോള് ചോദിക്കും. എൻ്റെ മോള് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നൊരു മകളാണ്. അവൾ എന്നോട് പറയാറുണ്ട്, ലോകത്തിലുള്ള ഏത് പ്രശ്നത്തിനും മമ്മി ബൈബിളിനകത്തൊരു ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ എന്ന്. കറക്റ്റാണ്, ഞാനത് പറയുന്നത് സത്യമാണ്. ലോകത്തിലുള്ള ഏതൊരു പ്രശ്നത്തിനും ബൈബിളിൽ ഉത്തരമുണ്ട്. ഉത്തരം വേണ്ടിയവർക്ക് ജ്ഞാനവും പരിജ്ഞാനമുള്ളവരിത് കണ്ടെടുക്കട്ടെ, അറിയുന്നവർ പറഞ്ഞു കൊടുക്കട്ടെ. ദൈവനാമത്തിൽ നമുക്ക് മുൻപോട്ട് തന്നെ അനുഗ്രഹമായിട്ട് പോകാം. ജീവനും മരണവും ശാപവും അനുഗ്രഹവും നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നീ ഏത് വേണമെന്നുള്ള തിരഞ്ഞെടുത്തുള്ളൂ. നാവിനെക്കുറിച്ച് വളരെ ദൃഢമായിട്ട് നീ പറഞ്ഞു പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മ ഞങ്ങളുടെ നാവിന്, കഴുത്തിനും ചുറ്റും നാവുണ്ടെന്ന് പറയിപ്പിക്കുന്നതിന് പകരം ഒരു നാവ് മതിയപ്പച്ച. ഈ ജഡത്തിൻ്റെ നാവ് പറിച്ചെടുത്ത് ദൂരെ എന്നിട്ട് ദൈവത്തിൻ്റെ പുതിയ നാവ് വെച്ച് പിടിപ്പിച്ചു തരണം. പുതിയ സൃഷ്ടിയാകുന്ന അങ്ങനെയാണല്ലോ. കുശവൻ്റെ കയ്യിലെ പാത്രം പോലെ ഈ നാവും എടുത്ത് ദൂരക്കളഞ്ഞേച്ച് പുതിയ നാവ്, പുതിയ ശരീരം ഞങ്ങൾക്ക് തന്ന്, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ ഒഴിക്കുന്നത് പോലെ പുതിയൊരനുഭവം ഇന്ന് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാവിനെ ശുദ്ധീകരിക്കുമെന്നും ഈ നാവിന് ഞാൻ കടിഞ്ഞാണിട്ടിരിക്കുന്നു എന്നും ദൈവനാമത്തിൽ ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു കർത്താവേ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അഥവമായത് ചിന്തിച്ചാൽ പോലും അത് പറയാതിരിക്കാനുള്ള കൃപയും കൂടി ഇട്ട് തരണം. ചിലപ്പോഴൊക്കെ ചിന്തയിൽ അഴുക്ക് കയറുന്നു. അതെല്ലാം അപ്പച്ചൻ തന്നെ രക്തം കൊണ്ട് കഴുകിയിട്ട് ശുദ്ധീകരിച്ച് നാവിനെ ശുദ്ധമാക്കട്ടെ. നാവ് ക്രിയേറ്റേഴ്സ് വിത്ത് ദ ലിവിങ് ഗോഡ്. ദൈവത്തോട് നീ കൂടെ നിന്ന് സൃഷ്ടിക്കുന്നവരാക്കി ഞങ്ങളെ മക്കളാക്കി മാറ്റിയിരിക്കുന്നത്. അതായത് ഞങ്ങളുടെയൊക്കെ മക്കളുണ്ടെങ്കിൽ ഒരു പ്രായമാകുമ്പം എല്ലാ കാര്യം അവരോടുകൂടെ ചോദിച്ച് അവരും കൂടെ തീരുമാനിച്ച് ചെയ്യുമ്പോൾ കർത്താവേ പലപ്പോഴും അവിടെ സമാധാനമുണ്ട്. എന്നാൽ പ്രായമായ ഞങ്ങൾക്ക് ദൈവത്തോടു കൂടി ഇരിക്കുമ്പം അവരെക്കാട്ടിൽ കൂടുതൽ ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടെന്ന് മക്കൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയുന്നതിൽ വിസ്ഡമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള കൃപയോട് ഇട്ട് കൊടുക്കണം. ചിലപ്പോൾ അവരിലായിരിക്കും കൂടുതൽ വിസ്ഡം. അത് സ്വീകരിക്കാനുള്ള കൃപയും തരണമേ. പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം 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 കൊണ്ട് നിറച്ചതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.